ക്ഷമ നമ്മൾ ഈ കഥകളിലൊക്കെ വായിച്ചിട്ടുള്ള, നമ്മൾ കേട്ടിട്ടുള്ള കുട്ടിക്കാലത്തെ കഥകളിലൊക്കെ വായിച്ചിട്ടുണ്ടല്ലോ, ഇപ്പോഴും കോമിക്സൊക്കെ ഉള്ള ചെന്നായകൾ വന്ന് കുട്ടികളെ ആക്രമിക്കുന്നു അല്ലെങ്കിൽ മനുഷ്യരെ ആക്രമിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ ഉത്തർപ്രദേശിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അവിടെ ഒരു ഗ്രാമത്തിൽ ചെന്നായ്ക്കളുടെ ആക്രമണം രൂക്ഷമാണ്. കുട്ടികളെ, എനിക്ക് തോന്നുന്നു എട്ടോളം പേര് മരിച്ചിട്ടുണ്ട്, 8 പേര് മരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കുഞ്ഞുങ്ങളെ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെയാണ് ഉപദ്രവിക്കുക. ഉറങ്ങി കിടക്കുന്ന കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പോയി ഉപദ്രവിക്കുകയും ചെയ്യുന്നത്. ഈ ഗ്രാമവാസികൾ വിശ്വസിക്കുന്ന ചെന്നായ്ക്കളുടെ പ്രതികാരമാണ് എന്ന് ഗ്രാമവാസികളിൽ ഒരു വിഭാഗം വിശ്വസിക്കും. ആ ഒരു അന്ധവിശ്വാസവും കൂടെ അവർക്ക് എങ്ങനെയോ ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഈ ബഹ്റൈച്ച് എന്ന് പറയുന്ന ജില്ലയാണ് ഉത്തർപ്രദേശ്. അവിടുത്തെ 35 ഗ്രാമങ്ങളെയാണ് ഈ ചെന്നായ്ക്കൂട്ടത്തിന്റെ ആക്രമണം സ്ഥിരമായിട്ടുണ്ടാകുന്നത്. ചെന്നായ്ക്ക് പകയുണ്ട്, പകയുള്ള ജീവിയാണ്. അതിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. 1996 38 കുട്ടികളെ ചെന്നായ്ക്കൾ ഉത്തർപ്രദേശിൽ കൊലപ്പെടുത്തി. 78 കുട്ടികൾക്ക് പരിക്കേറ്റു. അതിന്റെ കാരണം എന്തായിരുന്നു അറിയുമോ? കുട്ടികൾ ചേർന്ന് 4 ചെന്നായ് കുഞ്ഞുങ്ങളെ തല്ലിക്കൊന്നു. ചെന്നായ് കുഞ്ഞുങ്ങളെ തല്ലിക്കൊന്നിരുന്നു ഈ കുട്ടികൾ തല്ലിക്കൊന്നതിന്റെ പകയാണ് പിന്നീട് ഈ 96 വ്യാപകമായിട്ടുള്ള ആക്രമണത്തിന് കാരണമായത്. പിന്നീട് തിരിച്ച് എന്ത് ചെയ്യുന്നു വെച്ചാൽ സർക്കാർ എന്ന നടപടി സ്വീകരിച്ചുകൊണ്ട് ചെന്നായ്ക്കളെ കൂട്ടത്തോടെ കൊലപ്പെടുത്തി. അതോടുകൂടിയാണ് ആക്രമണം നിന്നത്. ഈ ചെന്നായ്ക്കൾ എന്ന് പറയുന്നവർക്ക്, ഇത് ചെന്നായ്ക്കൾക്ക് ഏതാണ്ട് 5 കിലോ മുതൽ 6 കിലോഗ്രാം വരെ ആഹാരം, മാംസം, പൂർണ്ണമായും മാംസാഹാരിയാണ്. ചെന്നായ എന്ന് പറയുന്ന മാംസം മാത്രമേ അത് കഴിക്കുകയുള്ളൂ. അതിന്റെ പ്രധാന ഇര എന്ന് പറയുന്നത് ഈ കുളമ്പ് വർഗത്തിൽപ്പെട്ട ജീവികളാണ്. കുളമ്പുള്ള ജീവികളെയാണ് ഇത് പ്രധാനമായും ആക്രമിക്കുന്നത്. അപ്പോൾ ഈ ബഹ്റൈച്ച് ജില്ലയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നദിയുണ്ട്. അവിടെ സ്ഥിരമായി വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സ്ഥലമാണ്. വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇവർക്ക് ഇരയാകേണ്ട ജീവികൾ ഇല്ലാതാകും. ഈ ചെന്നായ്ക്കൾക്ക് ഇരയാകേണ്ട ജീവികൾ ഇല്ലാതാകും. അതും ഒരു കാരണമായിരിക്കാം ഈ ഇതിനെ ആക്രമിക്കുന്നത്. ഇത് പിന്നെ ഇന്ത്യയിൽ നമ്മുടെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഏതാണ്ട് 7100ഓളം ചെന്നായ്ക്കൾ ഉണ്ട് എന്നാണ്. അത് ഈ നമുക്കിവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഹിമാലയൻ ചെന്നായ, ടിബറ്റൻ ചെന്നായ, ഇന്ത്യൻ ഗ്രേ വൂൾഫ്, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇന്ത്യയിൽ കണ്ടുവരുന്ന ചെന്നായ്കൾ. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ചെന്നായ്കൾ ഉണ്ടെന്ന് പറയുന്നത് കാനഡയിലും റഷ്യയിലുമാണ്. കാനഡ, റഷ്യ എന്നീ രണ്ട് രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ചെന്നായ്കൾ ഉണ്ട് എന്ന് കണക്കാക്കുന്നത്. നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഈ ഉത്തർപ്രദേശ്, ബീഹാർ പോലെയുള്ള സ്ഥലങ്ങളിലാണ്. ഇന്ത്യയിൽ ഇവരുടെ മനുഷ്യരുമായിട്ടുള്ള മൽപ്പിടുത്തം സ്ഥിരമായിട്ട് ഉണ്ടാകുന്നുണ്ട് ഇന്ത്യയിൽ. പക്ഷെ വിദേശ രാജ്യങ്ങളിൽ നോക്കുമ്പോൾ അവിടെ ഇത്തരത്തോളം ഇല്ല. അവിടെ കൂടുതലായുള്ള രാജ്യങ്ങളിൽ മനുഷ്യരുമായി സംഘർഷമില്ല. ചെന്നായ്ക്കൾ മനുഷ്യരുമായി സംഘർഷത്തിൽ അങ്ങനെ വരുന്ന ജീവികളല്ല എന്നാണ് അവർ അവിടെ പറയുന്നത്. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഇത് സ്ഥിരമായി ആക്രമണം, മനുഷ്യരും ചെന്നായ്ക്കളും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടാകും. ഉത്തർപ്രദേശിൽ ഇപ്പോൾ ഏറ്റവും അവസാനം ഉണ്ടായത് ഒരു ചെറിയ കുഞ്ഞ്. ആ ചെറിയ കുഞ്ഞ് അമ്മയ്ക്കൊപ്പം കിടന്നുറങ്ങുകയായിരുന്നു. പുലർച്ചെ 2:30 എത്തിയ ചെന്നായ അതിനെ കടിച്ചുകൊണ്ടുപോയി പിന്നെ ഭക്ഷിച്ചു. അതാണ് ഉണ്ടായിരിക്കുന്നത്. ഈ കിട്ടിയ ബോഡികളിൽ 8 കുട്ടികളുടെ ബോഡി കിട്ടിയതിലും അവർ പറയുന്നത്, പിന്നെ സർക്കാർ അവിടെ പറയുന്നത് 6 അംഗ സംഘമാണ് ഇത് ചെയ്യുന്നത്. 6 അംഗ സംഘം ആണ് ഈ ആക്രമണം നടത്തുന്ന ചെന്നായ്ക്കൂട്ടം എന്ന് പറയുന്ന 6 അംഗ സംഘമാണ്. ആ 6 അംഗ സംഘം ആക്രമണം നടത്തുന്നു എന്നാണ് സർക്കാർ പറയുന്നത്. പക്ഷേ നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, ഈ ലഭിച്ച മനുഷ്യ ശരീരത്തിന്റെ ഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ അത് 6 അംഗ സംഘം തിന്നുന്ന രീതിയിലല്ല. അത് ഒരൊറ്റ ചെന്നായിയാണ്. ഒരൊറ്റ ചെന്നായിയാണ് ഇത് ചെയ്യുന്നത് എന്നാണ് കണക്കാക്കാൻ പറ്റുന്നത്. കാരണം 6 അംഗ സംഘം ചേർന്ന് കഴിക്കുകയാണെങ്കിൽ ബോഡിയുടെ ഇത്രയും ഭാഗങ്ങൾ കിട്ടില്ല. കടിച്ച് തിന്നു കളയും അവർ പൂർണ്ണമായും. ആ രീതിയിൽ തിന്ന് ഭക്ഷിക്കുമല്ലോ 6 അംഗ സംഘം ചേർന്നാകുമ്പോൾ. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ഒരു ചെന്നായ കഴിക്കുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ആ ചെന്നായയാണ് നരഭോജിയായി മാറിയിരിക്കുന്നു. മൃഗങ്ങൾ നരഭോജിയായി കഴിഞ്ഞാൽ പിന്നെ അതിനെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. നരഭോജിയായി കഴിഞ്ഞാൽ മനുഷ്യ മാംസത്തിന്റെ രുചി അറിഞ്ഞാൽ മൃഗങ്ങൾ പിന്നെ വിടില്ല. കടുവ, പുലി തുടങ്ങിയ ജീവികൾ നരഭോജികളായി കഴിഞ്ഞാൽ പിന്നെ അവയെ കൊന്നുകളയുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇല്ലെങ്കിൽ അത് മനുഷ്യമാംസത്തെ തന്നെ തേടി വരും. ഇപ്പൊ അവരവിടെ ചെയ്തിരിക്കുന്ന ഒരു കാര്യം, കുട്ടികളുടെ മൂത്രത്തിൽ മുക്കി നനച്ചെടുത്ത് പാവകൾ കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ 4 എണ്ണത്തിനെ പിടികൂടിയത്. 4 എണ്ണത്തിനെ പിടികൂടി. ഇനി 2 എണ്ണത്തെ കൂടെ പിടികൂടാനുണ്ടെന്നാണ് ഇപ്പൊ കുറച്ചു മുമ്പ് ഇന്ത്യ ടുഡേ പറയുന്നത്. കുറച്ചു മുമ്പ് അവരുടെ ഇന്ത്യ ടുഡേയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അതാണ്. അത്രത്തോളം ഇത്
ഒരു സൈഡിൽ നിന്ന് ഇത് മനുഷ്യ മാംസത്തിന്റെ രുചി അറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ജീവികൾ ഇത് മനുഷ്യനെ ആക്രമിക്കാൻ ശേഷിയുള്ള ജീവിയാണ്. മനുഷ്യനോട് ഒരു മൽപ്പിടുത്തനത്തിന് സാധിക്കുന്ന ജീവിയാണ് ചെന്നായ. ചെന്നായ ഏതാണ്ട് മണിക്കൂറിൽ 45 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന ജീവിയാണ്. പിന്നെ മാരകമായ പരിക്കേൽപ്പിക്കാൻ സാധിക്കുന്ന ജീവിയാണ് ചെന്നായ. 1972 പിന്നെ ഈ വന നിയമപ്രകാരം, വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഇതിനെ വംശനാശ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന, വംശനാശം നേരിടുന്ന ജീവികളുടെ പട്ടികയിലുള്ള ഒരു സാധനമാണ് ഇത്. ഇതിപ്പോ ഏറ്റവും അവസാനം വന്നിരിക്കുന്ന കണക്ക് പ്രകാരം അവിടെ ഓപ്പറേഷൻ ഭേദിയ എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. ഓപ്പറേഷൻ ഭേദിയ എന്ന് പേരിട്ടുകൊണ്ടാണ് ഈ ചെന്നായികളെ അവിടെ പിടികൂടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഈ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ചെന്നായ ആക്രമണങ്ങളുടെ കണക്ക് പറയാം. ഇത് 1981, 82 കാലഘട്ടത്തിൽ ബീഹാറിൽ ചെന്നായുടെ ആക്രമണത്തിൽ 13 കുട്ടികളെ കൊല്ലപ്പെട്ടു. കുട്ടികളെയാണ് ആക്രമിക്കുന്നത്. ഇവർക്ക് ഏറ്റവും എളുപ്പത്തിൽ ആക്രമിക്കാൻ പറ്റുന്നവരെ ഇവരെ ആക്രമിക്കും. കുട്ടികളെ, മുതിർന്നവരെ ആക്രമിക്കുന്നതിനേക്കാൾ കൂടുതൽ എളുപ്പത്തിൽ കുട്ടികളെ ആക്രമിക്കാൻ പറ്റും. അവിടെ ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത് 7 കുട്ടികളും ഒരു സ്ത്രീയുമാണ്. അങ്ങനെയാണ് 8 പേര്. ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. 1985, 86 മധ്യപ്രദേശില് 17 കുട്ടികളെ കൊലപ്പെടുത്തി, ചെന്നായി കൂട്ടം കൊലപ്പെടുത്തി. പിന്നെ 1993 95 ഇടയിൽ ബീഹാറിൽ ഹസാരി ബാഗിൽ 60 കുട്ടികളെ, വലിയ കണക്കാണ്, 60 കുട്ടികളെ 94, 95 കാലഘട്ടത്തിലായി കൊലപ്പെടുത്തിയിട്ടുണ്ട്. 1996 ഞാൻ പറഞ്ഞത് ഉത്തർപ്രദേശിൽ നടന്ന വ്യാപക ആക്രമണം, അത് 96 ആക്രമണത്തിൽ 50-ലധികം ഗ്രാമങ്ങളിലാണെന്ന് ഈ ചെന്നായ ആക്രമണം ഉണ്ടായത്. അതാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ആക്രമണം, ഏറ്റവും വലിയ ആക്രമണം. അതായത് 50 ഗ്രാമങ്ങളിൽ വ്യാപകമായി ആക്രമണം അഴിച്ചുവിട്ടു. ആ സംഭവത്തിൽ പരിക്കേറ്റിരിക്കുന്നത് 76 കുട്ടികൾക്ക് പരിക്കേൽക്കുകയും 38 കുട്ടികളെ കൊലപ്പെടുത്തുകയും ഭക്ഷിക്കുകയും ചെയ്തു. ഇതാണ് പറഞ്ഞിരിക്കുന്ന ഒരു കണക്ക്. പിന്നെ അന്ന് 11 ചെന്നായ്ക്കളെയാണ്, 11 ചെന്നായി കൂട്ടമാണ് ഈ സംഘം ഈ ആക്രമണം ഇത്രയധികം ഗ്രാമങ്ങളെ അഴിച്ചുവിട്ടത്. പിന്നെ അന്ന് ഒരു ഗവേഷണം നടത്തുകയും ഇവരുടെ, അതായത് ആവാസ വ്യവസ്ഥയിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളാണ് ഇതിന് കാരണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അന്ന് ഗ്രാമവാസികൾ അവർ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ഞങ്ങളുടെ കുട്ടികൾ 4 ചെന്നായ്ക്കളെ കൊലപ്പെടുത്തി, ചെന്നായ് കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തി. അതിന്റെ പ്രതികാരമാണ് ചെന്നായ്ക്കൾ ചെയ്യുന്നത് എന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത്, അവരുടെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ മറ്റ് രാജ്യങ്ങളിലൊന്നും ഈ ആക്രമണം നടക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇന്ത്യയിൽ മാത്രമേ ഈ ആക്രമണം നടക്കുന്നുള്ളൂ. അതിന്റെ കാരണമായിട്ട് ഒന്നുകിൽ ഈ ചെന്നായ്ക്ക് പകയുള്ള ജീവി തന്നെയാണ്. അതിന്റെ കഥ പഠിക്കാൻ നോക്കുമ്പോൾ ചെന്നായ്ക്ക് പകയുള്ള ജീവിയാണെന്ന് പല കാര്യങ്ങളിൽ നിന്ന് നമുക്കിത് കണ്ടെത്താൻ സാധിക്കും. ഇപ്പോഴും എന്താ ചെയ്യുക, അവിടുത്തെ ഒരു പ്രശ്നം എന്നറിയാമോ, ഈ പറയുന്ന ഗ്രാമങ്ങളിലൊന്നും കുട്ടികളെ സ്കൂളിൽ വിടുന്നില്ല, കുട്ടികളെ പുറത്തു വിടുന്നില്ല, കളിക്കാനൊന്നും പുറത്തു വിടുന്നില്ല, സ്കൂളിൽ വിടുന്നില്ല. സ്കൂളുകളൊക്കെ അവിടെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മാത്രമല്ല അമ്മമാർ രാത്രി കിടക്കുമ്പോൾ ഈ ശരീരത്തോട് ചേർത്ത് കുഞ്ഞുങ്ങളെ കെട്ടിവെച്ചിട്ടാണ് കിടക്കുന്നത്. അവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്രമല്ല അടച്ചുറപ്പുള്ള വീടുകളൊന്നും അല്ലെന്ന് തോന്നുന്നു. അടച്ചുറപ്പുള്ള വീടുകളല്ല, വളരെ ദരിദ്രരായ മനുഷ്യരുള്ള സ്ഥലമാണ്. ഈ പുറത്തൊക്കെയാണ് അവർ കിടക്കുന്നത്. പുറത്തൊക്കെയാണ് കിടക്കുന്നത്. അവിടുത്തെ ഗ്രാമങ്ങളിലൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് ഈ അമ്മയും കുഞ്ഞും വീടിനുള്ളിലായിരിക്കും കിടക്കുന്നത്. അമ്മയും കുഞ്ഞും വീടിന് കഥകുണ്ടായിരിക്കും. ഒരു കൃഷിയിടം, ഒരു വലിയൊരു കൃഷിയിടം ഇവരുടെ ചുറ്റും കാണും. ഇതിന് പുറകിൽ, ഇതിന് വെളിയിൽ ഒരു കട്ടില, എല്ലാ വീടുകളുടെയും ഫ്രണ്ടിൽ ഒരു മരം കാണും. നല്ല മരത്തിന് ഒരു നല്ല തണലുള്ള മരമായിരിക്കും. ആ മരത്തിന്റെ മൂട്ടിൽ കട്ടിലിട്ടിട്ടാണ് ഈ പിതാവ്, കുടുംബനാഥൻ കിടക്കാറുള്ളത്. അതായത് ഇദ്ദേഹം ഉണരും. ഇപ്പൊ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയെടുത്ത് പിന്നെ അമ്മയും കുഞ്ഞും 2 കുഞ്ഞുങ്ങളും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതാണ് അതിലൊരു കുഞ്ഞിനെയാണ് എടുത്തുകൊണ്ട് പോയത്. വ്യാപകമായിട്ടുള്ള സംഘർഷമാണ് ഇന്ത്യയിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. വ്യാപകമായിട്ടുള്ള സംഘർഷം ഈ പറയുന്ന ബീഹാർ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഇവിടെ പിന്നെ പശ്ചിമബംഗാൾ വരെ ആക്രമണം ഉണ്ടായി. പശ്ചിമബംഗാളിൽ വരെ ചെന്നായ്ക്കൂട്ടം ആക്രമണം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ ജനങ്ങളുടെ ഭീതി അകറ്റാനും ഒക്കെ ഉള്ള നടപടി എന്താണ് ഇപ്പോൾ സർക്കാരിന്റെ നടപടി? ഓപ്പറേഷൻ ഭേദിയ എന്ന് പറഞ്ഞ് വനം വകുപ്പും പോലീസും ഒക്കെ സംയുക്തമായിക്കൊണ്ട് അവിടെ ഇത് നടക്കുന്നുണ്ട്. ഇത് ഇങ്ങ് വടക്ക് പിന്നെ ഉത്തര ധ്രുവം മുതൽ ഇങ്ങ് 20th പാരലൈൻ വരെ ഇവരുടെ ഒരു ആവാസ വ്യവസ്ഥയാണ് ഇവരുടെ. അവരെല്ലാ ആവാസ വ്യവസ്ഥയിലും ജീവിക്കുന്ന ജീവിയാണ് ഈ സാധനം. പക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അവിടെ എങ്ങും ഒരു ആക്രമണം, മനുഷ്യരുമായിട്ടുള്ള സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ ഇവിടെ നമുക്ക് വ്യാപകമായിട്ട് സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതിനെ കുറിച്ച് പഠനം നടത്തണം. ഒരു പഠനം നടത്തി ഈ പറയുന്ന പോലെ പകയാണെന്നാണ് ഇവിടുത്തെ ഗ്രാമീണർ പറയുന്നത്.
ചെന്നായിക്കൂട്ടത്തിന് പകയുണ്ടായിട്ടുണ്ട്. ആ പക അവർ തീർക്കുകയാണ് എന്നാണ് ഗ്രാമീണർ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേസമയം വന്യജീവി വനംവകുപ്പ് പറയുന്ന ഒരു ആവാസ വ്യവസ്ഥയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നമാണത്. പിന്നെ എപ്പോഴും ആവാസ വ്യവസ്ഥയിൽ പ്രശ്നം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണത്. അവിടെ എപ്പോഴും ആവാസ വ്യവസ്ഥ ഇങ്ങനെ തകിടം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കാരണം അവിടെ എപ്പോഴും വെള്ളപ്പൊക്കം വരും, മറ്റ് ജീവികൾ, ഇവർക്ക് ഇരയാകേണ്ട ജീവികളൊക്കെ കൊല്ലപ്പെടും. സ്വാഭാവികമായിട്ട് ഇവർക്ക് ഈ ദീർഘകാലം ഇവർ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ ദീർഘകാലം അവർ അടങ്ങിയിരിക്കും ഈ ചെന്നായ്ക്കൾ. മാംസം കഴിച്ച് അവർക്ക് ആവശ്യമുള്ള മാംസം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ദീർഘനേരത്തേക്ക് അത് പിന്നെ ആഹാരം എടുക്കില്ല. അങ്ങനെ ഒരു പ്രത്യേകത ഈ ചെന്നായ്ക്കുണ്ട്. ഇതാണ് ചെന്നായ് കഥകൾ. ശരി.